Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2 മൊഡ്യൂൾ നമ്പർ 6 നിന്നുള്ള 10th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ്സും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ലെക്ചറിൽ അടുത്ത ഒരു ടോപ്പിക് പ്രീ സ്ട്രെസ്സിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ലോസസ് ഇൻ പ്രീ സ്ട്രെസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോസസ് ഇൻ പ്രീ സ്ട്രെസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് ഈ വീഡിയോയിലും ഇനിയുള്ള വീഡിയോയിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിന്റെ തിയറി പാർട്ടാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് ഈ ഒരു ലോസസ് ഇൻ പ്രീ സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെക്ചർ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ DCS, DHS, CPCT ഈ 3 സബ്ജക്റ്റിനും ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് സെഷൻസ് മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. അതിൻ്റെ ഡൗട്ട് അതുമായിട്ടുള്ള ഡിസ്കഷനും മാത്രമാണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഗൂഗിൾ മീറ്റ് വഴി ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കോളേജിലെ ക്ലാസ് ടൈമിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിരുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 6 സിവിൽ എഞ്ചിനീയറിംഗിലെ KTUവിലുള്ള CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2, CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, CE 306 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഈ 3 സബ്ജക്റ്റിൻ്റെയും ട്യൂഷൻ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. 833 എന്ന് തുടങ്ങുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോസസ് ഓഫ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ പ്രീ സ്ട്രെസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന കോഡിനെ പറ്റി ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചറിലൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ ആ കോഡ് ബുക്ക് ഇതുവരെ യൂസ് ചെയ്തില്ല. കാരണം നമുക്കിതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതുവരെയുള്ള പ്രോബ്ലംസും തിയറി ഒന്നും നമുക്ക് ആ കോഡ് ബുക്ക് റെഫർ ചെയ്തിട്ട് എഴുതാവുന്നതായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ലെക്ചർ, അതായത് ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിന് നമുക്ക് കോഡ് ബുക്കിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഇക്വേഷൻസും തിയറി പാർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും കയ്യിൽ കോഡ് ബുക്ക് ഉണ്ടെങ്കിൽ കോഡ് ബുക്ക് എടുത്ത് വെച്ചേക്കുക. ഈ ഒരു ലെക്ചർ കാണുമ്പോൾ കോഡ് ബുക്ക് ഇല്ലാത്തവർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ലോസ് അല്ല, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കോഡ് ബുക്ക് IS 1343 1980 എഡീഷനാണ്. IS 1343 ഇതാണ് നമുക്ക് പ്രീ സ്ട്രെസ്സിന് യൂസ് ചെയ്യേണ്ട കോഡ് ബുക്ക്. ഇപ്പോൾ ഈ പേജ് നമ്പർ ഒന്നും നോട്ട് ചെയ്യേണ്ട, ഇത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലെക്ചർ കാണുവാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ആ പേജ് നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലോസസ് ഇൻ പ്രീ സ്ട്രെസ് പറയാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ലോസസ് ഇൻ പ്രീ സ്ട്രെസ്: ഇമ്മീഡിയറ്റ് ലോസ് ആൻഡ് ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ്. അതായത് പ്രീ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ടെൻഷനിങ് സ്റ്റീലിലുണ്ടാകുന്ന ലോസ് ആണ് ഇമ്മീഡിയറ്റ് ലോസ്. ടൈം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ സമയം പോകും തോറും, കുറേ നാളുകൾ കഴിയും തോറും അതിൻ്റെ അകത്ത് കുറച്ചായിട്ട് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ ലോസ് സംഭവിക്കും. അതിനാണ് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ് എന്ന് പറയും. അപ്പോൾ ഇമ്മീഡിയറ്റ് ലോസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ, ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ലോസ്, ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. ടൈം ഡിപ്പെൻഡൻറ്റ് ലോസിൻ്റെ കീഴിൽ വരുന്നതാണ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്, റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. ഇതാണ് ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇമ്മീഡിയറ്റ് ലോസ് ആൻഡ് ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇനി പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിനു മുമ്പ് ഇറ്റ് ഈസ് ദ ഗ്രാജുവൽ റിഡക്ഷൻ. എന്താണ് ലോസ് ഇൻ പ്രീ സ്ട്രെസ് എന്നാണ് പറയുന്നത്. It is the gradual reduction in pre-stress over the period of time.
അതായത് നമ്മൾ ഇനീഷ്യലി ചിലപ്പോൾ ഒരു 500 കിലോ ന്യൂട്ടൺ ആയിരിക്കും പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസിൽ അപ്ലൈ ചെയ്തേക്കുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അത് കുറച്ച് നാളുകൾ കഴിയുന്നതനുസരിച്ച് ആ ഒരു 500 കിലോ ന്യൂട്ടണിൽ എത്ര ശതമാനം പല കാരണങ്ങൾ കൊണ്ട് ലോസായിപ്പോയി. അതിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിൻ്റെ അകത്തുള്ള ലോസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ദ ലോസസ് ഇൻ പ്രീ സ്ട്രെസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോ. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് നമ്മൾ പഠിച്ചു, പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. അപ്പോൾ പ്രീ ടെൻഷനിങ്ങിലും വരുന്ന കുറച്ച് ടൈപ്പ് ഫോഴ്സ് ലോസസ് ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പ്രീ ടെൻഷനിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പ്രീ എന്ന് പറയുമ്പോൾ എന്താണ്, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടെൻഷൻ ചെയ്യും, അതാണ് പ്രീ ടെൻഷനിങ്. അപ്പോൾ പ്രീ ടെൻഷനിങ് ചെയ്തേക്കുന്ന ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവും, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ ഉണ്ടാവും, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഉണ്ടാവും, ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഉണ്ടാവും. ഇനി അടുത്തത് പോസ്റ്റ് ടെൻഷൻഡ് കോൺക്രീറ്റ് ആണെങ്കിൽ, പോസ്റ്റ് ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞ 4 ലോസും ഉണ്ടാവും, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, റിലാക്സേഷൻ, ഷ്രിങ്കേജ്, ക്രീപ്പ്. അതുകൂടാതെ അഡീഷണലായിട്ട് ആങ്കറേജ് സ്ലിപ്പും ഫ്രിക്ഷണൽ ലോസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പ്രീ ടെൻഷനിങ്ങിന് ഏതൊക്കെയാണ്, പോസ്റ്റ് ടെൻഷനിങ്ങിന് ഏതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നു, അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ചെയ്യണമെന്ന് ഒരു സ്പെസിഫൈ ചെയ്യൂല, പകരം അത് പ്രീ ടെൻഷൻഡ് കോൺക്രീറ്റ് ആണോ പോസ്റ്റ് ടെൻഷൻ കോൺക്രീറ്റ് ആണോ എന്നേ അതിൻ്റെ അകത്ത് അവർ സ്പെസിഫൈ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോസസ് ഏതിനൊക്കെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഈ ഓരോ ലോസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. അതിനെ തന്നെ നമ്മൾ ലോസ് ഡ്യൂ ടു ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് എന്നും പറയും. അപ്പോൾ ഈ 2 പേരിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. ഫൈൻഡ് ദ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നോ ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഫോർ പോസ്റ്റ് ടെൻഷൻ കോൺക്രീറ്റ്, ഇപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ നമ്മൾ പറഞ്ഞു പ്രീ ടെൻഷനിങ്ങിനും പോസ്റ്റ് ടെൻഷനിങ്ങും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഫോർ പ്രീ ടെൻഷനിങ്, ഡ്യൂ ടു ദ പ്രീ ട്രാൻസ്ഫർ ടു ദ കോൺക്രീറ്റ് വിൽ ഗെറ്റ് ഷോർട്ടൺ. ദിസ് റിസൾട്ട് ഇൻ കറസ്പോണ്ടിങ് ഷോർട്ടനിങ് ഓഫ് സ്റ്റീൽ ആൻഡ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. Loss of pre-stress due to elastic deformation is equal to EM into FC. അപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കൊണ്ടുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ലോസിൻ്റെ ഇക്വേഷനാണ് എം ഇൻറ്റു എഫ് സി, വേർ എം ഈസ് ഈക്വൽ ടു മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എഫ് സി എന്ന് വെച്ചാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആണ്, ശ്രദ്ധിച്ചേക്കുക. സ്ട്രെസ് ഇൻ സ്റ്റീൽ അല്ല, സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് വെച്ചാൽ എം ഇൻറ്റു എഫ് സി ആണ്. ഓക്കെ, അടുത്തത് പോസ്റ്റ് ടെൻഷനിങ്ങിന് വരുമ്പോഴും സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇനി പോസ്റ്റ് ടെൻഷനിങ് കേസിലെ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ മൂലമുള്ള ലോസ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യണമെന്നില്ല. അതായത് ടെൻഡൻസ് പോസ്റ്റ് ടെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ടെൻഡൻസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ 2 രീതിയിൽ ടെൻഷൻ ചെയ്യാം. 2 രീതിയിൽ. ഇപ്പോൾ ഒരു 10 റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ ഈ പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് അറ്റ് എ ടൈം ഒരുമിച്ച് നമുക്ക് ടെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് ടെൻഷൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പോസ്റ്റ് ടെൻഷനിങ് ബീമിൻ്റെ അകത്ത് ഈ ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ്റെ ലോസ് ഉണ്ടാവില്ല. ഇഫ് ദ റീഇൻഫോഴ്സ്മെൻ്റ് ആർ സക്സസീവ്ലി ടെൻഷൻഡ്, അതായത് ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് അങ്ങനെ സക്സസീവ്ലി ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു പോസ്റ്റ് ടെൻഷൻ ബീമിൽ ഈ ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ്റെ ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, കൺഫ്യൂഷനൊന്നും വേണ്ട. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ പ്രീ ടെൻഷൻഡ് കോൺക്രീറ്റിലാണെങ്കിൽ കമ്പൾസറി 100% ഈ ഒരു ലോസ് ഉണ്ടാവും. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ്റെ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സക്സസീവ്ലി, അതായത് ബാക്ക് ടു ബാക്ക് ആയിട്ട് വൺ ആഫ്റ്റർ ദി അനദർ ആണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലോസ് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ കണ്ടുപിടിച്ചാൽ മതി. കൺഫ്യൂഷൻ ആക്കണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത്
എം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു, ഇ എസ് ബൈ ഇ സി ആണ്, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇനി സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എഫ് സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, രണ്ട് കേസ് ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ടെൻഡൻ. സ്ട്രെയിറ്റ് ടെൻഡൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ, ഇതാണ് അതിൻ്റെ ലെങ്ത്ത്, നടുക്കൂടി അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ടെൻഡൻസ് സ്ട്രെയിറ്റ് ടെൻഡൻ ആണ്, ഒരു പർട്ടിക്കുലർ എസെൻട്രിസിറ്റി ഇ എന്ന് പറയുന്ന എസെൻട്രിസിറ്റിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ടെൻഡൻ ആണ് യൂസ് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ കേസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ കേസ് 1 സ്ട്രെയിറ്റ് ടെൻഡൻ ആണെങ്കിൽ എഫ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ബൈ എ പ്ലസ് പി ഇ സ്ക്വയർ ബൈ ഐ. ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ പി ബൈ എ പ്ലസ് പി ഇൻറ്റു ഇ സ്ക്വയർ ബൈ ഐ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബി ഇൻറ്റു ഡി, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇ എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റി, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 12. അപ്പോൾ ഇതാണ് കേസ് നമ്പർ 1 സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി അടുത്തത് എസെൻട്രിക് ലോഡിങ്. അതായത് ഇപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഇതാണ്, അതിൻ്റെ ലെങ്ത്ത് എല്ലാണ്, വീണ്ടും ന്യൂട്രൽ ആക്സിസ് ഞാൻ വരച്ചു. ഇനി ഇതിനകത്തുള്ള ടെൻഡൻ പാരാബോളിക് ആണ്. പാരാബോളിക് ആവണമെന്നില്ല, ചിലപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. രണ്ട് എസെൻട്രിസിറ്റി ഉള്ള ടെൻഡൻ ആയിരിക്കും, എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ടെൻഡൻ അല്ല. അപ്പോൾ അത് വേണമെങ്കിൽ പാരാബോളിക് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും? ഇതിങ്ങനെ സ്ട്രെയിറ്റ് വന്ന് നടുക്ക് വേറെ എസെൻട്രിസിറ്റി, സൈഡിൽ വേറെ എസെൻട്രിസിറ്റി. അപ്പോൾ നടുക്കത്തെ എസെൻട്രിസിറ്റീനെ നമ്മൾ E2 എന്നും ഈ രണ്ട് സൈഡിലുള്ള എസെൻട്രിസിറ്റീനെ E1 എന്നും. അപ്പോൾ രണ്ടറ്റത്തും എസെൻട്രിസിറ്റി E1 ആണ്, നടുക്ക് എസെൻട്രിസിറ്റി E2 ആണ്. അപ്പോൾ ടെൻഡൻ പാരാബോളിക് ആയിരിക്കാം, അല്ലെങ്കിൽ വേരിയിങ് എസെൻട്രിസിറ്റി ഉള്ള ടെൻഡൻ ആയിരിക്കാം, എന്തായാലും സ്ട്രെയിറ്റ് ടെൻഡൻ അല്ല. അപ്പോൾ സ്ട്രെയിറ്റ് ടെൻഡൻ അല്ലാത്ത ഏത് കേസിലാണെങ്കിലും എഫ് സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്, F1 പ്ലസ് F2 ബൈ 2, വേർ F1 ഇസ് ഈക്വൽ ടു പി ബൈ എ പ്ലസ് പി E1 സ്ക്വയർ ബൈ ഐ. F2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ബൈ എ പ്ലസ് പി E2 സ്ക്വയർ ബൈ ഐ. ഓക്കെ, അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ പി ബൈ എ പ്ലസ് പി ഇൻറ്റു E1 സ്ക്വയർ ബൈ ഐ. അപ്പോൾ അറ്റത്തുള്ള എസെൻട്രിസിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് F1. F2 എന്ന് പറഞ്ഞാൽ പി ബൈ എ പ്ലസ് പി ഇൻറ്റു E2 സ്ക്വയർ ബൈ ഐ. ഇത് നടുക്കത്തെ എസെൻട്രിസിറ്റി വെച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ F1 F2 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് കിട്ടും. FC എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് കിട്ടും. അപ്പോൾ ഈ രണ്ട് കേസുകൾ ഓർത്തിരിക്കുക. ഈ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ടെൻഡൻ്റെ പൊസിഷനിങ് എങ്ങനെയാണോ അതനുസരിച്ചാണ് FC കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പ്രീ സ്ട്രെസ്സിന് യൂസ് ചെയ്യുന്ന കോഡ് IS 1343 1980 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പേജ് നമ്പർ 42 ഈ ലോസസ് ഇൻ പ്രീ സ്ട്രെസ് അതിൻ്റെ തിയറി പാർട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ്റെ ക്ലോസ്. അപ്പോൾ IS 1343 പേജ് നമ്പർ 32 എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് 18.5.2.4 കിടപ്പുണ്ട്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. ഇത് തന്നെയാണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള തിയറി കിടപ്പുണ്ട്. പ്രീ ടെൻഷനിങ് പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ സെപ്പറേറ്റ് തിയറീസ് അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ മാത്രം ഈ ഒരു ടേബിള് കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസും അതിൻ്റെ പാരാമീറ്റേഴ്സും പഠിക്കുക. ബാക്കി ഇതിൻ്റെ അകത്ത് എഴുതേണ്ട തിയറിയൊക്കെ നിങ്ങൾക്ക് ഈ കോഡ് ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ വെറുതെ ഇത് വലിച്ചു വാരി പഠിച്ചൊന്നും വെക്കണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാനിത് വായിക്കുന്നില്ല, അത് ഓൾറെഡി നിങ്ങളുടെ കോഡ് ബുക്കിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ടൈം പോലെ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ പ്രീ സ്ട്രെസ്സിങ് ലോസ് നോക്കാം. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. ഇത് കോഡ് ബുക്കിൽ ക്ലോസ് 18.5.2.3 കിടപ്പുണ്ട്. ക്ലോസ് 18.5.2.3 IS 1343. ഓക്കെ, പിന്നെ അത് പറയുന്നത് ക്രീപ്പ് ഇൻ സ്റ്റീൽ, ക്രീപ്പിംഗ് അല്ല, ക്രീപ്പ് ഇൻ സ്റ്റീൽ വേരീസ് ഫ്രം 1 to 5%. ദിസ് ലീഡ്സ് ടു ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. ലോസ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിൻ്റെ കേസിൽ 1 to 8% ആയിരിക്കും. ജനറലി ആവറേജ് ആയിട്ട് നമ്മൾ 3 to 5% റേഞ്ചാണ് ഈ ഒരു റിലാക്സേഷൻ ലോസ് എടുക്കുന്നത്. ഈ റിലാക്സേഷൻ ലോസിന് നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ല. ക്വസ്റ്റ്യനിൽ പറയും കൺസിഡർ 5% ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ എന്ന് പറയും.
അപ്പോൾ ഈ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. 3-5% റേഞ്ചിലായിരിക്കും യൂഷ്വലി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എല്ലാ ലോസും കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ലെറ്റ് us കൺസിഡർ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് 4% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്. അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തേക്കുന്ന ഇനീഷ്യൽ സ്ട്രെസ്സിൻ്റെ ഇത്ര ശതമാനം എന്നുള്ള രീതിയിലാണ് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട. ഇനി നമ്മൾ ആ കോഡ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 18.5.2.3 കിടപ്പുണ്ട്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, അതിൻ്റെ തിയറി കിടപ്പുണ്ട്. പിന്നെ റിലാക്സേഷൻ എടുക്കേണ്ട ഓരോ റേഞ്ചിലുള്ള വാല്യൂസും കിടപ്പുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, എങ്കിലും എക്സാമിന് തിയറി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും എഴുതാൻ വേണ്ടി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലോസ്. മൂന്നാമത്തെ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അത് ക്ലോസ് 18.5.2.2 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്, ദിസ് ഈസ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു ദ കെമിക്കൽ ചേഞ്ചസ്, ഡ്രൈയിങ് ഡിപ്പെൻഡ് ഓൺ ദ ടൈം ഇൻ്റർവൽ ആൻഡ് മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള കെമിക്കൽ ചേഞ്ച് കൊണ്ട് കോൺക്രീറ്റ് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള സ്റ്റീലിൻ്റെ അകത്തുനിന്ന് കുറച്ച് സ്ട്രെസ് ലോസ് ആയി പോകും. അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ലോസ് ഇസ് ഈക്വൽ ടു ES ഇൻറ്റു എപ്സിലോൺ CS, ES ഇൻറ്റു സിഗ്മ CS, where ES is the Young's modulus of സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. എപ്സിലോൺ CS എന്ന് വെച്ചാൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല, എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി തിയറി ചോദിക്കുമ്പോൾ എഴുതാനായിട്ട്. ഇൻ പ്രീ ടെൻഷനിങ് എപ്സിലോൺ CS is equal to 300 × 10⁻⁶. പോസ്റ്റ് ടെൻഷനിങ് എപ്സിലോൺ CSന് ഒരു ഇക്വേഷനാണ് 0.002 ഡിവൈഡ് ബൈ log to the base 10 T+2, where T is the age of concrete in transfer stage. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കേണ്ട, കോഡ് ബുക്കിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് 18.5.2.2 നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അതിനെ പറ്റിയിട്ടുള്ള തിയറി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു സെക്ഷൻ 5.2.4.1 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൻ്റെ സ്ട്രെയിൻ ഡീറ്റെയിൽസ് കിട്ടും. അതാണിത് 5.2.4.1 പ്രീ ടെൻഷനിങ്ങിൻ്റെ വാല്യൂ, പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ ഇക്വേഷൻ, ടിയുടെ കാര്യം. ഇതെല്ലാം നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട. തിയറി ചോദിച്ചാൽ നിങ്ങൾക്ക് കോഡ് ബുക്ക് നോക്കി എഴുതാം. ഈ പേജ് നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ 4, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. സെക്ഷൻ 18.5.2.1 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ബേസ്ഡ് ഓൺ ടൈം ഇൻ്റർവൽ ടു വിച്ച് മെമ്പർ ഈസ് ലോഡഡ്. അപ്പം ഒരു കോൺക്രീറ്റ് മെമ്പർ ലോഡ് ചെയ്തിട്ട് സമയം മാറുന്നതനുസരിച്ച് അതിനകത്ത് കുറച്ച് ലോസായി പോകും. ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ്, അതിനാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് നമ്മൾ 5 വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഇസ് ഈക്വൽ ടു 5MFC. 5 എന്ന് വെച്ചാൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്, M എന്ന് വെച്ചാൽ മോഡുലാർ റേഷ്യോ, ES/EC, FC എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലോസിൽ പറഞ്ഞായിരുന്നു സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അത് കണ്ടുപിടിക്കാനായിട്ട് 2 കേസുണ്ട്, 2 കേസിൽ 2 ഇക്വേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൽ തന്നെ പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ 1.5 ആണ് ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ, പ്രീ ടെൻഷനിങ് ആണെങ്കിൽ യൂഷ്വലി 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. പ്രോബ്ലം തരുവാണെങ്കിൽ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഈ ഒരു 5 വാല്യൂ ആണെങ്കിൽ 5 വാല്യൂ തന്നിട്ടുണ്ടാവും, നമ്മൾ അസ്യൂം ചെയ്യേണ്ടതൊന്നും വരില്ല. ഓക്കെ, ഇനി കഴിഞ്ഞില്ല. അടുത്തത് ക്രീപ്പ് സ്ട്രെയിൻ മെത്തേഡ്. ഇപ്പോൾ ക്രീപ്പിൻ്റെ തന്നെ രണ്ടാമത്തത് ക്വസ്റ്റ്യനിൽ ക്രീപ്പ് സ്ട്രെയിൻ എപ്സിലോൺ CC എന്ന് വെച്ചാൽ ക്രീപ്പ് സ്ട്രെയിൻ ആണ്. ഇവിടെ E എന്നാണ് കൊടുത്തേക്കുന്നത്, എപ്സിലോൺ ആണ്. എപ്സിലോൺ CC എന്ന് പറയുന്ന ക്രീപ്പ് സ്ട്രെയിൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെങ്കിൽ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ, ചെറിയൊരു വ്യത്യാസം, നേരത്തെ എഴുതിയ ഇക്വേഷൻ അല്ല, ചെറിയൊരു വ്യത്യാസം. എപ്സിലോൺ CC ഇൻറ്റു ES ഇൻറ്റു FC. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയത് 5MFC എന്നായിരുന്നു. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്രീപ്പ് കോഎഫിഷ്യൻ്റ് 5 ഇൻറ്റു മോഡുലാർ റേഷ്യോ M ഇൻറ്റു സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് FC. ക്രീപ്പ് സ്ട്രെയിൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, എപ്സിലോൺ CC ആണ് തന്നേക്കുന്നതെങ്കിൽ എപ്സിലോൺ CC ഇൻറ്റു ES ഇൻറ്റു FC. ES എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, FC എന്ന് വെച്ചാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. സിമ്പിൾ കേസ് തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ കോഡ് ബുക്കിലുള്ള ക്ലോസ് നോക്കാം. 18.5.2.1 ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള തിയറി അവർ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തിയറി ഈ ഒരു
ക്ലോസിൽ കിടപ്പുണ്ട്. അടുത്തത് നമ്പർ 5, ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. അപ്പോൾ ആങ്കറേജ് സ്ലിപ്പിൻ്റെ ബ്രാക്കറ്റ് ഞാൻ പോസ്റ്റ് ടെൻഷനിങ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് കാര്യം? പോസ്റ്റ് ടെൻഷനിങ്ങിന് മാത്രം ഉള്ള ഒരു ലോസാണ് ആങ്കറേജ് സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ പ്രീ ടെൻഷനിങ് എന്നാണ് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെങ്കിൽ ഈ ആങ്കറേജ് ലോസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ആങ്കറേജ് സ്ലിപ്പിൻ്റെ വാല്യൂ ഗിവൺ ഡാറ്റയിൽ തന്നിട്ടുണ്ടാവും. പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ലോസ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യാവൂ. പ്രീ ടെൻഷനിങ് ആണ് ചോദ്യമെങ്കിൽ അതിൻ്റെ അകത്ത് ആങ്കറേജ് സ്ലിപ്പ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് അതിൻ്റെ ക്ലോസ് 18.5.2.5 ആണ്. അപ്പോൾ ആങ്കറേജ് ഫിക്സേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു സ്ട്രെച്ച് ആൻഡ് ദിസ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്രിക്ഷൻ വെഡ്ജസ് ഹോൾഡിംഗ് ദ വയേഴ്സ് മേ സ്ലിപ്പ് എ ലിറ്റിൽ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പ്രീ ടെൻഷൻ ബീമിൽ നമ്മളൊരു ബാറിനെ ഈ ഒരു പോസ്റ്റ് ടെൻഷൻഡ് ബീമിൽ നമ്മൾ ആങ്കർ, രണ്ടറ്റത്തും ആങ്കർ വെച്ചിട്ടാണ് ഇതിനെ ടെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്ന ആങ്കർ ഇത് നമ്മൾ ടെൻഷൻ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ടുള്ള ലോസാണ് ഈ ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ ലോസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ES ബൈ L. സിമ്പിൾ ഇക്വേഷനാണ്, വേർ ഡെൽറ്റ ഇസ് ദ എഫക്റ്റീവ് സ്ലിപ്പ് ഓർ ഡീഫോർമേഷൻ ഇൻ ടെൻഡൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ആങ്കറേജ് ചെയ്തപ്പോൾ ഒരു 1 mm സ്ലിപ്പ് ഉണ്ടായി, 2 mm സ്ലിപ്പ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഡെൽറ്റ വാല്യൂ. അപ്പോൾ എഫക്റ്റീവ് സ്ലിപ്പ് L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബീം, നമുക്ക് തന്നേക്കുന്ന ഗിവൺ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്. ES എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇതാണ് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. നമുക്കതിൻ്റെ ക്ലോസ് ഒന്ന് നോക്കിയേക്കാം. 18.5.2.5 ആണ് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു സ്ലിപ്പ് ഇൻ ആങ്കറേജ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി കിടപ്പുണ്ട്, ഇക്വേഷൻ നമ്മൾ കാണാപ്പാടം പഠിക്കുക. ഇനി ലാസ്റ്റ് കേസ് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതിൻ്റെ ബ്രാക്കറ്റിൽ കർവേച്ചർ എഫക്റ്റ് എന്ന് കിടപ്പുണ്ട്. അതും പോസ്റ്റ് ടെൻഷനിങ്ങിന് മാത്രമാണ്, പ്രീ ടെൻഷനിങ്ങിന് ഈ ഒരു ലോസ് ഇല്ല. പോസ്റ്റ് ടെൻഷൻ്റെ ബീം ആണെങ്കിൽ അതിൻ്റെ അകത്ത് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇൻ കേസ് ഓഫ് കേർവ് ഡക്റ്റ്, ലോസ് ഓഫ് പ്രീസ്ട്രസ് മേ ഡെവലപ്പ് ഓൺ റേഡിയസ് ഓഫ് കർവേച്ചർ R ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഡക്റ്റ് ആൻഡ് ടെൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ. ലോസ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇക്വേഷന് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ ആക്ച്വലി ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. Px ഇസ് ഈക്വൽ ടു P0 ഇൻറ്റു E റൈസ് ടു മൈനസ് മ്യൂ ആൽഫ പ്ലസ് KX. ഇതിൻ്റെ അകത്ത് P0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ്. നമ്മൾ ബീം കാസ്റ്റ് ചെയ്ത് ടെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക, ഫോഴ്സ് ആണ്. മ്യൂ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ആൽഫ നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. K എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വോബിൾ എഫക്റ്റ് ആണ്. X എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബീമാണ്. ശ്രദ്ധിക്കുക, Lന് പകരം ഇവർ X വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാ ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ അതിൻ്റെ തിയറി എഴുതിയിട്ടുണ്ട്, ഞാനിപ്പോൾ എഴുതിയ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി എല്ലാ പ്രീസ്ട്രസ്സിലും നമ്മൾ നമ്പർ 1 to 5 ഇപ്പോൾ ഒരു 5 പ്രീസ്ട്രസ്സിങ് പഠിച്ചു. അതിനകത്തെല്ലാം നമുക്ക് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് അത് സ്ട്രെസ്സായിട്ടാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ കിട്ടുന്നത് Newton/mm² സ്ട്രെസ്സായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ന്യൂട്ടണിലോ കിലോ ന്യൂട്ടണിലോ ആയിരിക്കും ഈ ഫ്രിക്ഷൻ്റെ കേസിൽ കിട്ടുന്നത്. അത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിക്ക് ആവില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇക്വേഷൻ്റെ അകത്തുള്ള ഓരോ ടേം P0 എന്താണ്, അതേപോലെ ആൽഫ എന്താണ്, മ്യൂ എന്താണ്, K എന്താണെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന ലോസുകൾ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ലെക്ചർ ഒരു തവണ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഇതിൻ്റെ അകത്ത് കാണാപ്പാടം പഠിക്കേണ്ടതായിട്ട് 2-3 ചെറിയ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കോഡ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ കോഡ് ബുക്ക് കയ്യിലുള്ളവർ അതെടുത്ത് വെച്ചേക്കുക. കോഡ് ബുക്ക് ഇല്ലാത്തവർ നെറ്റിൽ നിന്നൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴേ ഒന്ന് നോക്കിയേക്കുക. അത് ഏത് പേജ് നമ്പർ ആണെന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം ഇതെല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ടാണ്. അപ്പോൾ 32 ആണ്, 32, 33, 34 അങ്ങനെ 2-3 പേജിലായിട്ട് അടുത്തടുത്ത് തന്നെ കിടപ്പുണ്ട്. ഈ ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിൻ്റെ തിയറി ഒരു 2-3 വട്ടം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ എഴുതുക. അല്ല 5 മാർക്കിനൊക്കെ എഴുതിയാൽ മതിയെങ്കിൽ ആ ടൈപ്സ് എഴുതിയിട്ട് അതിൻ്റെ ഇക്വേഷൻ ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. 10 മാർക്കിനൊക്കെ ചോദിക്കുന്നെങ്കിൽ ആ കോഡ് ബുക്കിൻ്റെ അകത്തുള്ള തിയറി നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് എഴുതി വെക്കാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലെക്ചറിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.